ചുട്ടരിക്കപ്പെട്ട ചാരത്തിൽ നിന്നും ഉഴുത്തെഴുന്നേറ്റ ഒരു സർവകലാശാല, അതാണ് നളന്ദ. നളന്ദയെക്കുറിച്ചാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. AD 427 മുതൽ 12ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഏതാണ്ട് 800 വർഷങ്ങൾ അറിവിൻ്റെ ഖനിയായി വിളങ്ങിയ മഹാവിദ്യാലയമാണ് നളന്ദ വിദ്യാലയം. ഗുപ്തരാജാക്കന്മാരുടെ കാലഘട്ടമായിരുന്നു അത്. യൂണിവേഴ്സിറ്റി ഭാരതീയ തുടങ്ങിയ കാലത്ത് ഭാരതീയർക്ക് വിദ്യാഭ്യാസം നൽകിയ തങ്ങളാണെന്ന് അവകാശപ്പെട്ടിരുന്ന ക്രിസ്തുമതം ഭൂമിയിൽ തളിർത്ത് വളർന്നു തുടങ്ങിയിട്ടേയുള്ളൂ. അക്കാലത്ത് നിരവധിയായ ക്ലാസ് മുറികൾ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകൾ, ലൈബ്രറികൾ, അതേപോലെ ലബോറട്ടറികളും കൺവെൻഷൻ സെൻ്ററുകളും ഒക്കെയായിട്ട് 455 ഏക്കറിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മഹാവിദ്യാലയമായിരുന്നു നളന്ദ. അതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നളന്ദ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ ലഭിച്ചിരിക്കുന്നത് ഒരു ചൈനീസ് വിദ്യാർത്ഥിയിൽ നിന്നാണ്. AD 637 695 ഇടയിൽ നളന്ദയിൽ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. തത്വചിന്തകനായ ഹുയാങ് സാങ് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങളിൽ നിന്നും ജീവചരിത്രത്തിൽ നിന്നുമൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായ അറിവുകളാണ് ലഭിക്കുന്നത്. പുലർകാലത്ത് ക്യാമ്പസിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മലനിരകളെക്കുറിച്ച്, ഗോപുരത്തെക്കുറിച്ച്, വലിയ കെട്ടിടത്തെക്കുറിച്ച്, കാർമേഘങ്ങളെ തുളച്ച് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ഉയരമുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടായിരുന്നു നളന്ദയിൽ എന്നാണ്. ഹുയാങ് സാങ് തൻ്റെ നിരവധിയായ പുസ്തകങ്ങളിൽ അധ്യാപകരെക്കുറിച്ച്, വിദ്യാർത്ഥികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. 1500-ലധികം അധ്യാപകർ നളന്ദയിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ 500-ലധികം അധ്യാപകർ 30 ശാസ്ത്രങ്ങളിൽ അതീവ പാണ്ഡിത്യമുള്ളവർ, 10 അധ്യാപകർ 50 ശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യമുണ്ടായിരുന്നവർ. ഇങ്ങനെയുള്ള മഹാപ്രതിഭകളുടെ ഒരു സംഗമ കേന്ദ്രം കൂടിയായിരുന്നു നളന്ദ. നളന്ദയിൽ അദ്ദേഹത്തിൻ്റെ പേര് മോക്ഷദേവൻ എന്നായിരുന്നെന്നും ശീലഭദ്രൻ എന്ന ഗുരുവിൻ്റെ കീഴിലാണ് അദ്ദേഹം പഠിച്ചതെന്നും ഹുയാങ് സാങ് പറയുന്നുണ്ട്. 1500 അധ്യാപകരെന്ന് പറയുമ്പോൾ അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നമുക്ക് ഊഹിക്കാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായിരിക്കും ഒരേ സമയം നളന്ദയിൽ പഠിച്ചിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ടിബറ്റൻ രേഖകളിൽ കാണുന്നുണ്ട്. AD 695 വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചൈനയിലേക്ക് അദ്ദേഹം മടങ്ങുമ്പോൾ 400 സംസ്കൃത ഗ്രന്ഥങ്ങളും 300 ബുദ്ധിസ്റ്റ് ഗ്രന്ഥങ്ങളും കുതിരപ്പുറത്ത് കയറ്റി അദ്ദേഹം കൂടെ കൊണ്ടുപോയതായി പറയുന്നുണ്ട്. ഹുയാങ് സാങ് അത് നളന്ദയിലെ ധർമ്മഗഞ്ച് എന്നു പേരുള്ള ലൈബ്രറി ശേഖരത്തിൽ നിന്നാണ് അദ്ദേഹം സംഘടിപ്പിച്ചതെന്നും അത് ആ ശേഖരത്തിൻ്റെ ഒരു തുള്ളി മാത്രമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. ചൈനീസ് ഗവൺമെൻറ് ഇപ്പോഴും ഈ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുകയും പഠന വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഗുപ്തരാജാക്കന്മാരുടെ കാലഘട്ടത്തിനു ശേഷം നളന്ദയിൽ ബുദ്ധ, സൂര്യ, ശിവ എന്നിങ്ങനെ 3 മഹാവിഹാരങ്ങൾ പണിതത് അന്നത്തെ ഹിന്ദു രാജാവായിരുന്ന ഹർഷൻ ആണെന്ന് ഹുയാങ് സാങ് പറയുന്നുണ്ട്. ഈ
മഹാവിഹാരങ്ങളെ രാജകീയം എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നതും. ഹീനയാനം, മഹായാനം തുടങ്ങി 2 ബൗദ്ധശാഖകൾ ഇതൊക്കെ അവിടെ പഠിപ്പിച്ചിരുന്നതാണ്. 4 വേദങ്ങൾ, ഹേതുവിദ്യ, അതിനെ ശബ്ദവിദ്യ, ഗ്രാമർ, ചികിത്സാവിദ്യ, മെഡിസിൻ, പോരാത്തത് തന്ത്രവിദ്യ, അതേപോലെ തന്നെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച്, സംഖ്യവിദ്യ, ജ്യോതിഷം, ഗണിതശാസ്ത്രം, ഗണിതം, അതേപോലെ തന്നെ കെമിസ്ട്രി, രസതന്ത്രം തുടങ്ങി 50ഓളം ശാസ്ത്രങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു എന്നാണ്. ആ നളന്ദയാണ് ചുട്ടരിക്കപ്പെട്ടത്. തുർക്കിയിൽ നിന്നും വന്ന ബക്തിയാർ ഖിൽജി എന്ന മഹാപാപിയാണ് നളന്ദയെയും തക്ഷശിലയെയും ആകെ പാടെ തകർത്ത് കളഞ്ഞത്. അറിവിൻ്റെ ശേഖരത്തെ ചുട്ടരിക്കുക മാത്രമല്ല ആ ക്രൂരൻ ചെയ്തിരിക്കുന്നത്, നളന്ദയിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും എല്ലാം തേടിപ്പിടിച്ച് കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. ടിബറ്റൻ തത്വചിന്തകനായിരുന്ന ധർമാശ്വമിൻ്റെ ആത്മകഥയിൽ 1200കളിൽ ഖിൽജിയും സൈന്യവും ചേർന്ന് നളന്ദ ചുട്ടരിച്ചതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു 6 മാസത്തെ പഠനത്തിന് ശേഷം അത്യാവശ്യമായി ടിബറ്റിലേക്ക് മടങ്ങി തിരിച്ചു വരുമ്പോൾ കാണുന്നത് കത്തിയേരുന്ന നളന്ദയെയും തുർക്കിപ്പടയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ചിതറിയോടുന്ന സഹപാഠികളെയുമായിരുന്നു. എന്താണ് നടന്നതെന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. ധർമാവിശ്യൻ ഒരു ദൃക്സാക്ഷിയിൽ നിന്നാണ് കാര്യങ്ങൾ വിശദമായി അറിയുന്നതെന്നും അദ്ദേഹം പറയുന്നു. എല്ലാം കത്തിയെരിഞ്ഞതിനു ശേഷവും കുറച്ചുകാലം നളന്ദയിൽ വിദ്യാഭ്യാസം നടന്നതായും പിന്നീട് എല്ലാം താറുമാറായതായും അദ്ദേഹം പറയുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് നാം ആരും ജീവിച്ചിരുന്നില്ല. എങ്കിൽ മാത്രമേ അതിൻ്റെ തീവ്രത മനസ്സിലാകൂ എന്ന് തോന്നുന്നു. നോക്കണം, 1800 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ക്ഷേത്ര നഗരം ഹംപി നശിപ്പിച്ച് കൊള്ളാർക്കിലെ സൂര്യക്ഷേത്രം തകർത്ത്, അങ്ങനെ എത്രയെത്ര നാശനഷ്ടങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത്. നമ്മുടെ പ്രധാന പ്രശ്നം നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമുക്കറിയില്ല എന്നതുകൂടിയാണ്. പല ചരിത്രകാരന്മാരും നമ്മളെ അത് അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. സ്വന്തം ചരിത്രമറിയാതെ ജീവിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ജനത ഒരുപക്ഷെ ഭാരതീയരാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നളന്ദയെന്ന ഒരു സർവകലാശാലയെ പുനരുജ്ജീവിച്ച് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യകതകൾ നിറവേറ്റുന്ന വിധത്തിൽ, ലോകത്തിന് വെളിച്ചമാകുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അത്രയേറെ പ്രാധാന്യമുള്ള നളന്ദയെ, തക്ഷശിലയൊക്കെ വീണ്ടെടുക്കുമ്പോൾ ലോകത്തിന് വെളിച്ചമേകാൻ നമുക്ക് കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസവും നമുക്കുണ്ട്. ഒരു കാലത്ത് ലോകം ഉറ്റുനോക്കിയ ഭാരതീയരെയും ഭാരതീയ തത്വചിന്തകരെയും നളന്ദ, തക്ഷശില പോലെയുള്ള സർവകലാശാലകളെയും നമുക്ക് തിരിച്ചു പിടിക്കുക തന്നെ വേണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.